തമിഴ്നാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക ഊട്ടിയും കൊടൈക്കനാലും ഒക്കെയാവും. ഈ സ്ഥലങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിൽ അത്രയേറെ സ്വാധീനം ചെലുത്തിയതുകൊണ്ടാണ്. എന്നാൽ ഈ വലിയ സംസ്ഥാനത്തിൽ കാണാൻ കാഴ്ചകൾ വേറെയില്ലെന്ന് ഒരിക്കലും കരുതരുത്. എങ്കിൽ ആ ധാരണകളെ പൊളിച്ചെഴുതുകയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരമായ മറ്റൊരിടമായ കമ്പംതേനി. കേരളത്തിൽ നിന്ന് അധികം അകലെയല്ലാത്ത മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് കമ്പവും തേനിയും. അവിടെ എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും മലയാളികൾ തന്നെയാവും. മലയാളികൾ കൂടുതൽ പേരും മുന്തിരി കൃഷിയുടെ അത്ഭുതം തേടിയാണ് കമ്പംതേനിയിലേക്ക് വണ്ടി കയറുന്നത്. തേനി ജില്ലയിലെ കമ്പം, പെരിയകുളം, ചുരുളിപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലെ മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിക്കുന്നതിനായി നൂറുകണക്കിന് സഞ്ചാരികളാണ് അതിർത്തി കടന്ന് അവിടേക്ക് പോകുന്നത്. അതിലാവട്ടെ വലിയൊരു ശതമാനം മലയാളികൾ തന്നെ. കേരളത്തിൽ മൺസൂൺ ഏറെയും കുറഞ്ഞും നിൽക്കുന്നെങ്കിൽ തമിഴ്നാട്ടിൽ ഇപ്പോഴും ചൂടുള്ള കാലാവസ്ഥ തുടരുകയാണ്. എന്നാൽ ഇത്തരം കാലാവസ്ഥാ വെല്ലുവിളികൾക്ക് ഇടയിലും കൃത്യമായ പരിചരണത്തോടെയാണ് കമ്പംതേനിയിലെ മുന്തിരി കർഷകർ അവയെ പരിപാലിച്ചു വരുന്നത്. ഇടവിട്ടുള്ള നനവും കൃത്യമായ തണലും ഒരുക്കിയും ഒക്കെയാണ് അവർ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കമ്പംതേനിയിലെത്തുന്ന മലയാളികളിൽ കല്യാണ ആൽബം ചിത്രീകരിക്കാനും സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിനുമൊക്കെയായി വരുന്നവരുമുണ്ട്. അതിന് പറ്റിയ ലൊക്കേഷനായി കമ്പംതേനി മാറിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അവിടെ എത്തിയാൽ ചുരുളിപ്പെട്ടി വെള്ളച്ചാട്ടത്തിൽ ഒന്ന് നനഞ്ഞാൽ മാത്രമേ യാത്രയ്ക്ക് പൂർണ്ണത കൈവരിക്കുകയുള്ളൂ. കമ്പംതേനിയിലെ മുന്തിരിപ്പാടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രഷായി മുന്തിരി വാങ്ങാനും പറ്റും. കടകളിൽ കുലകുലയെ തൂക്കിയിട്ടിരിക്കുന്ന മുന്തിരി മാത്രം കണ്ട് ശീലിച്ച നമ്മൾ മലയാളികൾക്ക് ഈ പാടങ്ങൾ വലിയ ഒരു അനുഭവം തന്നെയാണ് ഒരുക്കുന്നത്.